ഹായ് ഡിയേഴ്സ്, ഐ എം രഞ്ജിത അനിൽ ഫ്രം വിയാസ് ചതുർത്ഥീസ്. അപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് നാളായല്ലേ. 2026 ആദ്യത്തെ വീഡിയോ ആണ് ഞാനിപ്പോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതിൽ ഞാൻ നിങ്ങളെ ഹെഡിങ്ങിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോക്ക് ഒരു സ്പെഷ്യാലിറ്റി തന്നിട്ടുണ്ട്. എൻ്റെ ഒരു ചെറിയൊരു കഥയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് കമന്റ് ഇടുന്ന, അതായത് ഇതിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് ജെനുവിൻ ആയിട്ടുള്ള കമന്റ്സ് ഇടുന്ന ആൾക്ക് ഞാൻ ഒരു 2500 രൂപ ഗൂഗിൾ പേ വഴി സമ്മാനമായിട്ട് അയച്ചു തരുന്നതാണ്. അത് എന്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു കമന്റ് ആയിരിക്കണം. കാരണം എന്നെ പോലെ കനൽ വഴികളിൽ കൂടി നടന്നു വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് സമർപ്പിക്കുവാണ്. അപ്പം ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ അത് ബിസിനസ് സംബന്ധമായും ബിസിനസ് ആണ് ഏറ്റവും കൂടുതലും. അതിൽ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഈ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ജെനുവിൻ കമന്റ്സ് നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക. പിന്നെ ശത്രുപക്ഷത്തുള്ള ആൾക്കാർ എനിക്ക് വേണ്ടിയിട്ട് നല്ല പണി തരാനായിട്ട് വന്ന് കമന്റ് ഇടുവാണെങ്കിൽ ഞാൻ മുഖത്തോട് മുഖം നോക്കി പറയുവാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയും. എനിക്ക് അതൊന്ന് റിപ്ലൈ തരാണ്ട് യാതൊരു നിർവാഹവുമില്ല. കാരണം വഴക്കടിക്കാൻ സമയമില്ല, തല്ലൂടാൻ സമയമില്ലാത്തത് കൊണ്ട്. ഞാനിപ്പോ നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ മോംസ് കാർട്ട് VRS കണ്ടല്ലോ. ആദ്യമായിട്ട് പഴങ്ങഞ്ഞി എന്ന് പറയുന്ന ഒരു സംഭവം ഓൺലൈനിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഞാൻ, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നമ്മുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഞാനിപ്പോ നമ്മുടെ വീട്ടിലേക്കുണ്ടോ, ഞാൻ അത് ബാക്ക് ക്യാമറ എടുക്കാം. നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് VRSന്റെ വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം VRS മോംസ് കോട്ട്, അതാണ് എൻ്റെ സംരംഭത്തിന്, അതായത് എൻ്റെ വീട്ടിൽ മമ്മിക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തത് VRS മോംസ് കാർഡാണ്. അതിൽ എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ച് പഴങ്കഞ്ഞിയുടെ മനം നിറയ്ക്കുന്ന രുചി ആദ്യമായി ഓൺലൈനിൽ, അല്ലെ? വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോസ് എല്ലാം നമ്മുടെ പബ്ലിക്കിന് ഓൾറെഡി ഞാൻ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്, അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഗീവർഗീസ് പുണ്യാളനാണ് ഞാൻ എൻ്റെ മോംസ് കാർട്ടിൽ വെച്ചിരിക്കുന്ന ഒരു സഹത എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിശദ വിവരങ്ങൾ നമ്മുടെ VR സ്റ്റാർസ് എല്ലാം ഉണ്ട്. വിശദ വിവരങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ നമ്മുടെ മോംസ് കാർട്ടിനകത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, നമ്മുടെ മോംസ് കാർട്ടിൽ ഞാൻ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള സംഭവങ്ങളും അങ്ങനെ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിന് ഞാനിപ്പോ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് ഞാനിപ്പോ നിങ്ങളോട് വിശദമായിട്ടൊന്ന് ഇരുന്ന് പറയാമേ. അപ്പോൾ തൽക്കാലം എനിക്ക് കൈ ഇങ്ങനെ ഒന്ന് വെക്കാൻ ഒരു സ്പേസ് ഇല്ല. അപ്പൊ മമ്മിയുടെ പണിയായുധങ്ങളാണ് രാജാവേ എന്ന് പറയുന്ന പോലെ ഇത് മമ്മിയുടെ പാക്കിംഗ് സെക്ഷന്റെ സാധനങ്ങളാണ്. അപ്പൊ ഞാൻ അതിനെ ഒന്നെടുത്ത് കമത്തി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു ഒന്ന് നിങ്ങളോട് സംസാരിക്കാം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാമേ. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ ഈ സാധനം. നമ്മുടെ എവിടെന്നാ വാങ്ങിച്ചേ? ലക്നൗ. ഭയങ്കര കനമാണ് കേട്ടോ. ലക്നൌവിൽ നിന്ന് വാങ്ങിച്ചതാണേ. നമുക്ക് മോരും തൈരും ഒക്കെ നമ്മുടെ ടേബിളിൽ ഇങ്ങനെ വെക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചത്. കുറച്ച് വെച്ചായിരുന്നു, ഒരു 4 എണ്ണം ഉണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ, അത് കാണിച്ചു തന്നതാ. എനിവേ, എന്താണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു കാരണം എന്ന് പറഞ്ഞാല്, എനിക്ക് എൻ്റെ ഓൾമോസ്റ്റ് പ്രശ്നങ്ങളെല്ലാം ഞാൻ വന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാല് എനിക്കൊരു 1.25 കോടി രൂപയുടെ കടമുണ്ട്. എത്രയാ? 1,20 ലക്ഷം രൂപയുടെ കടബാധ്യത എനിക്കുണ്ട്. അത് ഞാൻ ഈ 7 വർഷത്തെ ബിസിനസ്സിൽ ഉണ്ടാക്കി വെച്ച കടബാധ്യതയാണ്. നമ്മൾ ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതിപ്പോ ആര് തന്നെ ആയാലും, ചെറിയ സംരംഭം ആയിക്കോട്ടെ, വലിയ ബിസിനസ്സുകാർക്ക് വലിയ രീതിയിലുള്ള കടങ്ങൾ വരും, ചെറിയ ബിസിനസ്സുകാർക്ക് ചെറിയ രീതിയിലുള്ള ബാധ്യതകൾ വരും. അപ്പൊ ഇതെന്താന്ന് വെച്ചാല്, നമ്മൾ ഈ സംരംഭം, അതായത് എന്റെ സംരംഭം എന്ന് പറഞ്ഞിട്ട് സ്പാർക്ക് എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട്, സ്പാർക്ക്. അപ്പൊ ഈ സ്പാർക്ക്, ജോഷ് ടോക്സ്, ഇതൊക്കെ നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും അല്ല, നിസാരം ആണെന്നേ നമുക്ക് തോന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ചാനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ചെയ്തേക്കാം. അപ്പൊ സ്പാർക്കിലും എന്റെ സംരംഭത്തിലൊക്കെ നിങ്ങൾ എടുത്തൊന്ന് കണ്ടാൽ മതി. അപ്പൊ നമ്മൾ ഒരുപാട് തകർച്ചയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വന്ന് നമ്മളെ കൈ താങ്ങി നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പിന്നെ അത് ഭയങ്കര കോടിക്കണക്കിന് രൂപയുടെ വലിയ ബിസിനസ്സിലേക്ക് വളർത്തി കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ, അതായത് ആണിന്റെയും പെണ്ണിന്റെയും വീഡിയോസ് നമുക്ക് അതുവഴി കാണാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഇൻസ്പിറേഷൻ ആണ്. എന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇലവരശി മാം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാൻ തോന്നുന്നു. ഇലവരശി എന്ന് പറഞ്ഞൊരു മാം ഉണ്ട്, ചായക്കട നടത്തിയിട്ട് പരിപ്പ് വട വിറ്റ് ഇന്ന് കോടീശ്വരി ആയിട്ട് ഒരുപാട് ഹോട്ടലുകളും ഒരുപാട് റെസ്റ്റോറന്റുകളും കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വാരി കൂട്ടി എനിക്കിതാ മേല് ഭരിക്കാനുള്ള ഒരു മാം ആണ് ഇളവരശി. ഒരു കാലത്ത് അവർക്ക് 3 കോടി എങ്ങാണ്ട് കടം വന്നിട്ട് അവര് അങ്ങേറ്റം
തകർന്ന് തരിപ്പണമായി പോയുള്ള ഒരു ലേഡിയാണ്. അവരുടെ വിൽ പവറും അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് അവർക്ക് ഒരു 5 ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ച ഒരു മനുഷ്യനും. അതാണ് അവരുടെ ജീവിതത്തിനെ മൊത്തത്തിൽ മാറ്റി മറിച്ച് കളഞ്ഞത് കേട്ടോ. എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു കഥ, അതായത് നമ്മുടെ ജാനുവരിയിൽ തന്നെ ഇങ്ങനെ ഒരു കഥ നിങ്ങളോട് പറയാൻ എന്തായാലും ഒരു റീസൺ ഇല്ലാതെ ഞാൻ ഒരിക്കലും ഒരു കഥ പറയില്ല. അപ്പം റീസൺ ഇതാണ്. നമ്മുടെ എറണാകുളത്തുള്ള ഒരു സ്ത്രീ എറണാകുളത്തുള്ള ഒരു സ്ത്രീ പറയുക, അവള് യൂട്യൂബിൽ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടില്ലേ, വലിയ കോടീശ്വരിയെ പോലെയാണല്ലോ അവള് യൂട്യൂബിൽ സംസാരിക്കുന്നത്. അവള് പച്ചാളത്ത് ഒരു ഹോട്ടൽ നടത്തുന്നതാണെന്ന് ഞാൻ യൂട്യൂബുകാരെ വിളിച്ച് പറയും. പുന്നാര മോളെ, അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി നിങ്ങൾ പ്രേക്ഷകർ ഊഹിച്ച് പൂരിപ്പിച്ചോ കേട്ടാ. പുന്നാര മോൾക്കുള്ള റിപ്ലൈ ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഞാൻ പച്ചാളത്ത് നല്ല അന്തസ്സായിട്ട് അടിപൊളിയായിട്ടാണ് എന്റെ ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് 3 മണിക്ക് മുമ്പ് എന്റെ പേശയ്ക്കകത്ത് 5000 രൂപ ഉണ്ടാക്കുന്നുണ്ട്. നിന്നെ കൊണ്ട് സാധിക്കുമോ? നിന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ മാത്രമേ നീ ഇത് പറയാവുള്ളൂ. പിന്നെ യൂട്യൂബിൽ പറയുന്നത്, എന്റെ വീഡിയോസ് കാണുന്ന എന്റെ പ്രേക്ഷകർക്കും എന്റെ കസ്റ്റമേഴ്സിനും എല്ലാം അറിയാൻ വേണ്ടി പുന്നാര മോളെ, ഞാനിത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യൂട്യൂബിൽ വന്ന് പറഞ്ഞു, എനിക്ക് അതിനു വേണ്ടി ഒരു ചാനൽ തന്നെ ഉണ്ട്. ഞാൻ അന്തസ്സായിട്ട് പണിയെടുത്താണ് ജീവിക്കുന്നത്. മനസ്സിലായോ? പണിയെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പണിയെടുത്ത് ജീവിക്കുന്ന നമുക്ക് അഭിമാനമേ ഉള്ളൂ, അന്തസ്സേ ഉള്ളൂ, അഭിമാനമേ ഉള്ളൂ. കാരണം നമ്മൾ പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്. അത് ഞാൻ എന്റെ ഹോട്ടലില് രാവിലെ എണീക്കും. എന്നെ കൊണ്ട് ഇപ്പൊ ഞാനൊന്നും ചെയ്തില്ല കേട്ടോ. ഇപ്പൊ കാരണം ഞാൻ മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ ഭയങ്കര തിരക്കായതുകൊണ്ട് ഇപ്പൊ എനിക്ക് മമ്മീനെ സഹായിക്കാനൊന്നും പറ്റണില്ല. ചേച്ചി ഉണ്ട്. അപ്പൊ ഞങ്ങള് എന്റെ BRS ഞാൻ ഇന്നിപ്പോ വലിയൊരു ബോർഡും കൂടി വെച്ചു, BRS വീട്ടിലെ ഊണെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ വീട്ടിൽ അത്രയും തിരക്കാണ്. ഞങ്ങളുടെ വീട്ടില് അത്രയും ഭക്ഷണം കഴിക്കാനായിട്ടുള്ള തിരക്കാണ്. ഞങ്ങൾക്കത് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഒന്ന്. രണ്ടാമത്, ഞങ്ങള് ഒരുപാട് ആൾക്കാർക്ക് അതുവഴി ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞങ്ങള് ഇപ്പൊ എന്നെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലെ, പണ്ടത്തെ പോലെ അല്ല, ഇച്ചിരി തടിച്ച് കൊടുത്ത് ഉരുണ്ടിട്ടൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടാണ്. ഞങ്ങളൊരു ക്ലൗഡ് കിച്ചണാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇതിനകത്ത് നല്ല ഭക്ഷണങ്ങൾ, അത്യാവശ്യം നല്ല ഭക്ഷണങ്ങൾ ഞങ്ങൾ കഴിക്കുന്നുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ജോലിക്ക് നിൽക്കുന്ന ചേച്ചി, അവരുടെ വീട്ടിലുള്ള ആൾക്കാര്, അതുപോലെ തന്നെ ഈ വഴിയിൽ കൂടി നടന്നു പോകുന്ന ഏറ്റവും കുറഞ്ഞത് ഒരു 5 പേർക്ക് ഞങ്ങൾ സ്നേഹത്തോട് ഭക്ഷണം വിളമ്പി കൊടുക്കാറുണ്ട്. ഒരു 5 പേര് ഏറ്റവും കുറഞ്ഞത്. ആര് വന്നാലും ഞങ്ങൾ അവരെ പറഞ്ഞു വിടില്ല. ആര് വന്നാലും ഞങ്ങളുടെ ടേബിളിൽ ഇരുത്തിയാണ് ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ടേബിളിൽ വന്ന് കയറി ഇരുത്തി ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ വയ്യാത്ത ആൾക്കാർക്ക് ഞങ്ങൾ പാക്ക് ചെയ്ത് ഞങ്ങൾ കൊടുത്തു വിടും. അതാണ് ഞങ്ങൾ BRS. അപ്പം എനിക്ക് അഭിമാനത്തോടെ, എൻ്റെ നെഞ്ചിൽ കൈവരി ഞാൻ അഭിമാനത്തോടെയാണ് പറയുന്നത്, ഞാൻ നല്ല അന്തസ്സായിട്ട് പണിയെടുത്താണ് ജീവിക്കുന്നത്. ഞാൻ പാത്രം കഴുകും, ഞാൻ ഹോട്ടലിൽ വിളമ്പി കൊടുക്കും, അവരുടെ എച്ചിൽ പ്ലേറ്റുകൾ എടുക്കും, അത് കഴുകി കൊടുക്കും. എൻ്റെ വീട്ടിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കും. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും മമ്മിക്ക് ഞാൻ ചെയ്തു കൊടുക്കും. ഞാൻ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് പലചരക്ക് സാധനം വാങ്ങി കൊടുക്കുന്നത്, പച്ചക്കറി വാങ്ങി കൊടുക്കുന്നത്, മമ്മിക്ക് രാത്രിയിൽ പോയി മീന് വാങ്ങി കൊടുക്കുന്നത്, എല്ലാം ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് വേറെ ജോലിക്കാരുണ്ട്, അവരാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ അന്തസ്സായിട്ട് ആ ഹോട്ടൽ നടത്തി ഞാൻ അന്തസ്സായിട്ട് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. അതിനകത്ത് നിന്ന് പറ്റുന്ന കടബാധ്യതകളെല്ലാം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു 2000 രൂപ ഞങ്ങൾ ഡെയിലി അത് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ ഒരു 2.5 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് എൻ്റെ ഒരു സ്റ്റാഫിന് തന്നെ ഞാൻ കൊടുക്കാനുണ്ട്. അപ്പൊ ഡെയിലി പുള്ളിക്കാരിക്ക് ആ 2000 രൂപ അയച്ചു കൊടുക്കുന്നത് ഞാൻ എൻ്റെ BRS മോംസ് കാർട്ടിൽ പണിയെടുത്തിട്ടാണ്. മനസ്സിലായോ? പിന്നെ രണ്ടാമത്, നമ്മൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ അല്ലെ, എല്ലാ കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ട് നിൽക്കുമ്പം നമുക്ക് ദൈവമായിട്ട് നമുക്ക് കൈപിടിച്ച് തരാനായിട്ട് ഒരാളെ നമുക്ക് ദൈവം കൊണ്ടുതരും. പൂർണ്ണമായിട്ടും എൻ്റെ സർവശക്തനായ എൻ്റെ ദൈവത്തെ ഞാൻ ഈ കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടോ, എൻ്റെ തിരുഹൃദയത്തിനെ സാക്ഷി നിർത്തി ഞാൻ പറയുവാണ്, ദൈവത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു 2-3 വ്യക്തികളുണ്ട്. ഒന്ന് ലിസി ജോസ്, 2 ഷീബ ചെറിയാൻ, 3 അൽഫോൺസ ജോൺ. ഇവര് 3 പേരും 3 സ്ഥലത്തുള്ള ആൾക്കാരാണ്. ഇവരാണ് എനിക്ക് ഏറ്റവും കൂടുതലും പൈസ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത എനിക്ക് ഏറ്റവും കൂടുതലും ക്യാഷ് അക്കൗണ്ട് ത്രൂ അയച്ചു തന്ന് എൻ്റെ പല വിഷമഘട്ടങ്ങളിലും എന്നെ താങ്ങി നിർത്തിയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ എപ്പോഴും എനിക്ക് എൻ്റെ ഷീബ ചേച്ചി എന്നോട് എപ്പോഴും പറയും, മോളെ അമ്മ മാതാവിന്, അതായത് കൃപാസനത്തിൽ പോകുമ്പോൾ ഷീബേജി പറയും, മോളെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കൃപാസനത്തിൽ പോയി, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒക്കെ എനിക്ക് ദൈവം, എനിക്ക് അമ്മ മാതാവ് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിനക്ക് ഒരാൾ വരും.
നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരാൾ നിനക്ക് വരും. നിന്റെ എല്ലാ പ്രശ്നങ്ങളും നിനക്ക് മാറിക്കിട്ടും കുഞ്ഞെ. നീ സമാധാനമായിട്ട് നീ നിൽക്കുക. ക്ഷമയാണ് എൻ്റെ ഗമയെന്ന് പറഞ്ഞതുപോലെ ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ വരാപ്പുഴ പാലത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, മോളൂട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോളൂട്ടി നമുക്ക് എടുത്തങ്ങ് ചാടിയേക്കാം മക്കളെ. കാരണം ഇനി അമ്മയ്ക്ക് പറ്റുന്നില്ല, അമ്മേനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും മെന്റൽ ടോർച്ചറിങ്ങും അത്രയും ഹെവി ടെൻഷൻസും കൊടുക്കാനുള്ള ആൾക്കാരൊന്നും എന്നെ തറയിൽ പോലും നിർത്താതെ അത്രയും പ്രശ്നങ്ങളും പ്രഷറും ടെൻഷൻസും എല്ലാം ഇങ്ങനെ തന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി പറ്റില്ല, പിടിച്ചു നിൽക്കാൻ എനിക്കൊരു വഴി കിട്ടുന്നില്ല. ഇപ്പൊ നമുക്കെന്നാ ഞാൻ അങ്ങ് ചാടിയാലോ മോളൂട്ടി. അപ്പൊ എന്റെ മോളൂട്ടി എന്നോട് ചോദിച്ച ഒരൊറ്റ ചോദ്യമുണ്ട്, അമ്മയുടെ കൂടെ ചാടുന്നതിൽ എനിക്ക് ടെൻഷനും എനിക്ക് വിഷമവും ഇല്ല, മുങ്ങുമ്പോൾ നമുക്ക് ചിലപ്പം ശ്വാസം മുട്ടത്തില്ല അമ്മ. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ അമ്മയ്ക്ക് ഞങ്ങളെ കൊല്ലണമെന്നാണെങ്കിൽ അമ്മ എന്തിനാ പപ്പ മരിച്ചിട്ട് ഇത്രയും നാളെ ഞങ്ങളെ വളർത്തിയത്, അമ്മയ്ക്ക് അന്ന് അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ എന്ന് അവൾ എന്നോട് തിരിച്ചു ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാ, കുഞ്ഞുങ്ങള് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ, പക്ഷെ എന്റെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഞാൻ സ്വയം ആത്മഹത്യ ചെയ്താൽ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കുന്നത് പോലെ ആരും നോക്കില്ല, അല്ലെ? നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ വഴിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പം എന്നും ഞാൻ ക്ഷമയോടെ, ഇതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മൾ ആ പള്ളിയിലൊക്കെ പോയത്, ഞാൻ ഒരുപാട് പള്ളികളിൽ പോയി വർഗീസ് അച്ഛനെ കണ്ടു. അപ്പം വർഗീസ് അച്ഛൻ എന്നോട് അന്ന് പറഞ്ഞു, മോളെ ക്ഷമയാണ് നമ്മുടെ ഗമ എന്ന് പറയുന്നത്. പറയുന്ന ആൾക്കാർ പറയട്ടെ, ചെയ്യുന്ന ആൾക്കാർ ചെയ്യട്ടെ, എല്ലാത്തിനും ഒരവസാനമുണ്ട്, ഇല്ലേ? എല്ലാത്തിനും ഒരവസാനമുണ്ട്. നേരം വെളുത്താൽ നേരം ഇരുട്ടും എന്ന് പറയുന്നത് പോലെ നിനക്ക് നിന്റെ സമയം എത്തുമ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. നിനക്ക് ഇത്രയും കഴിവുള്ള ഒരു കുട്ടിയാണ് നീ, ഒന്നിലും തളർന്നു പോകരുത്, തകർന്നു പോകരുത്. ഈശോ സ്പർശിച്ച ഒരു കുട്ടിയാണ് നീ. നിന്റെ കാര്യങ്ങളെല്ലാം, നിന്റെ കടബാധ്യതകൾ നിമിഷങ്ങൾക്കുള്ളിൽ നിന്റെ കടബാധ്യതകളെല്ലാം തീരുന്ന ഒരു സംരംഭത്തിലേക്ക് നീ കയറി വരും. നിന്റെ കടബാധ്യതകളെല്ലാം തീരും. നിനക്കെതിരെ വൈരികൾ കൂട്ടി വെച്ചിരുന്ന വലയങ്ങൾ എല്ലാം തന്നെ, എല്ലാ ബന്ധനങ്ങളും നിന്നെ വിട്ടു പോകും. നീ നല്ല നിലയിൽ തിരിച്ചു വരും. നിന്നെ സഹായിക്കാനായിട്ട് ഒരാൾ വരിക തന്നെ ചെയ്യും ഈ ഭൂമിയിൽ. നീ സമാധാനമായിട്ട്, നീ സന്തോഷമായിട്ട്, നീ ചൂടെടുക്കുന്നുണ്ടേ മമ്മിയുടെ ടിഷ്യൂ സമാധാനം ഇത്ര ഇരിപ്പുണ്ട്, അതുകൊണ്ട് നഷ്ടമില്ല, എടുത്തേച്ച് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശുദ്ധീകരണത്തിന് തുടയ്ക്കാം. അന്നേരം നിന്റെ സമാധാനം എല്ലാം നിനക്ക് ഒരാൾ വരുമെന്ന് പറഞ്ഞു. അതുപോലെ ദൈവദൂതനെ പോലെ ഒരാള്, ദൈവദൂതൻ. അത് ഇപ്പം ഞാൻ ദൈവം കഴിഞ്ഞ 2ാമത്തെ സ്ഥാനത്ത് ഞാൻ ആ വ്യക്തിനെയാണ് കാണുന്നത്. ആ വ്യക്തിനെ ഒരു നാൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരാൻ സമയമായിട്ടില്ല, സമയമായിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും ആ വ്യക്തി ആരാണെന്ന്. ആ വ്യക്തി ഇളവരശി മാമിന് 5 ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ചതുപോലെ അല്ല ആ വ്യക്തി എന്നെ സഹായിച്ചിരിക്കുന്നത്. ആ വ്യക്തി എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം എന്താണ്, ഞാൻ വ്യക്തിയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചു. എൻ്റെ പ്രശ്നങ്ങള്, എൻ്റെ ബാധ്യതകള് ആ വ്യക്തിയോട് സംസാരിക്കാത്തതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ഈവൻ എനിക്കൊരു ലവ് അഫെയർ ഉണ്ടെങ്കിൽ അതുപോലും ഞാൻ ആ വ്യക്തിയോട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, എനിക്ക് സർ, എനിക്ക് ഇന്ന കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ. അപ്പൊ ആ വ്യക്തി എന്നോട് ചോദിച്ചു, നിന്റെ സ്വപ്നം എന്താണ്, നിന്റെ ആഗ്രഹങ്ങൾ എന്താണ് കുഞ്ഞെ? അപ്പം മോളെ എന്നാ വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ആഗ്രഹങ്ങൾ ഇതാണ്, എൻ്റെ സ്വപ്നങ്ങൾ ഇതാണ്. അപ്പം ആ വ്യക്തി ഒരു ദിവസം എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നിനക്ക് ഇച്ചിരി ക്യാഷ്, നിനക്ക് ഒത്തിരി കഴിവുള്ള ഒരു കുട്ടിയാണ്, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തതാണ് ഇപ്പൊ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നീ ആത്മഹത്യ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ട ഒരു വ്യക്തി അല്ല നീ. നിനക്ക് നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം. ഞാൻ ആ വ്യക്തി എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരൊറ്റ കാര്യം എന്താണെന്ന് അറിയാമോ? സർ, എനിക്ക് കടം വീട്ടണം. സർ, എനിക്ക് കടം വീട്ടണം, എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്കൊരു വീട് വേണ്ട, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഇരുത്തണ്ട, എനിക്കൊന്നും വേണ്ട സർ. ഞാൻ പണിയെടുക്കാൻ തയ്യാറാണ്, മരണപ്പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ കഴിവുകൾ മുഴുവനും ഞാൻ എടുത്തിടും. എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മൊത്തവും ഞാൻ എടുത്ത് പുറത്തിട്ടിട്ട് ഞാൻ പണിയെടുക്കും. ആ പണിയെടുക്കുന്നതിന്റെ വിഹിതം 50%, അത് മാത്രം മതി എനിക്ക്. അതും എനിക്ക് വേണ്ട. എൻ്റെ കടബാധ്യതകൾ എനിക്ക് തീർത്തു തരണം. വേറെ ഒന്നും ഞാൻ ആ വ്യക്തിയോട് ആവശ്യപ്പെട്ടില്ല. പറ്റിച്ചിട്ട് പോകുന്നവർക്കാണെങ്കിൽ പറ്റിച്ചിട്ട് പോവാം, അല്ലെ? അങ്ങനെയൊക്കെ എന്തുമാത്രം ആൾക്കാർ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. കാരണം നമ്മളെപ്പോലെ തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കിയ കാശാണ് നമുക്ക് ഓരോരുത്തരും തന്നിരിക്കുന്ന ഓരോ അരിമണിയും. 1 രൂപ തൊട്ടുപോലെ, ഈവൻ 10,000 രൂപ പോലെയാണെങ്കിലും നമുക്ക് എല്ലാവരും കഷ്ടപ്പെട്ട് അവരുടെ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ്, അല്ലെ? അപ്പൊ അത് നമ്മൾ എടുത്ത് വിനിയോഗിക്കുമ്പോൾ അവരുടെ കാശ് എടുത്താണ് നമ്മൾ വിനിയോഗിച്ചത്. അപ്പൊ അത് സമയത്തിന് നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇനിയും നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളത് നീണ്ടുപോകും. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ അത് അവർക്ക് കൊടുത്തിരിക്കണം, അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ, എനിക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും അതാണ്. പിന്നെ എൻ്റെ കുറച്ച് സ്വപ്നങ്ങൾ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, നിന്റെ സ്വപ്നങ്ങൾക്ക് ഞാനൊരു ചിറക് വെച്ച് തരാൻ പോവാണ്, നീ പറന്നു പൊയ്ക്കോ.
നീ പറന്നു പൊയ്ക്കോ, നിനക്ക് ഏതുവരെ പറന്നു പോകാൻ സാധിക്കുമോ, ഞാൻ വെച്ച് തരുന്ന ചിറക് കൊണ്ട് നിനക്ക് ഏതുവരെ പറന്നു പൊങ്ങാൻ സാധിക്കുമോ അതുവരെ നീ പറന്നു പൊങ്ങുക. പൊങ്ങി നിനക്ക് എന്തൊക്കെ നേടി അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ അത് മുഴുവനും നീ നേടി തിരിച്ചു വരിക. അത്രയും അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിനെ ഞാൻ ഏത് രീതിയിലാണ് കാണേണ്ടത്, നിങ്ങൾ തന്നെ പറ. അപ്പം എന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിച്ച് തന്ന ആ ഒരു വ്യക്തിയാണ് ഇന്ന് എന്റെ ജീവിതത്തിലെ ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും എല്ലാം തല്ലുകൂടുകയും ചെയ്യും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ആ വ്യക്തി. അതെനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ സമയമായിട്ടില്ല, സമയമാവണതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സർപ്രൈസുകൾ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം വഴിയേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, എടുത്തടിച്ചുപോലെ ഞാൻ ചെയ്യില്ല. ചിലപ്പോൾ ഞാൻ ഇനി ഒരു 15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്, ചിലപ്പോൾ ഈ മാസം കഴിഞ്ഞിട്ടായിരിക്കും ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ റീൽസും എന്റെ കൊച്ചു കൊച്ചു കിടതാപ്പുകളൊക്കെ എന്നും നമ്മുടെ യൂട്യൂബിൽ ഉണ്ടായിരിക്കും. പിന്നെ ക്ഷമയോടെ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് കിട്ടാൻ പോകുന്നത് വൈറംസ് ആണ്, മനസ്സിലായില്ലേ? അതായത് എന്റെ പ്രൊഡക്റ്റ് കിട്ടാനായിട്ട് ഇനി ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ, അവർ ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് കിട്ടാൻ പോകുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാളും അടിപൊളി സാധനങ്ങളായിരിക്കും ഞാൻ അവർക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. ക്ഷമയുള്ളിടത്താണ് നമുക്ക് വിജയവും കൈവരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അല്ലെ നമ്മളെ പക്വതയുള്ളതാക്കുന്നത് ഒരിക്കലും നമ്മുടെ പ്രായമല്ല. 1984 ജൂലൈ 25-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് വയസ്സ് 41 അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ 41 വർഷത്തില് എനിക്ക് പക്വത ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും കുട്ടികളിയായിട്ടാണ് നടക്കുന്നത്, കുഞ്ഞുങ്ങളെ പോലെ പിള്ളേരുടെ കൂടെ കളിച്ചും തിരിച്ചും ആ ഒരു ലെവലിലാണ് ഞാൻ നടക്കുന്നത് ഇപ്പോഴും. അപ്പം നമുക്ക് പക്വത വരണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങളാണ്, നമ്മുടെ ജീവിതത്തില് നമ്മൾ അനുഭവിച്ച് കടന്ന് കയറി വന്നിട്ടുള്ള കഠിനമായിട്ടുള്ള പാതകളാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അനാഥത്വം പേര് ജീവിച്ച ഒരു സ്ത്രീയാണ്. കാരണം എന്റെ പപ്പ ഒരു മാനസിക രോഗിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്റെ പപ്പ ഒരു മാനസിക രോഗിയായിരുന്നു. എന്റെ മമ്മിയും പപ്പായും എന്റെ 6 വയസ്സുള്ളപ്പോൾ രണ്ടുപേരും പിണങ്ങിപ്പോയിട്ട് ഞാൻ ബോർഡിങ്ങുകളിലും അനാഥാലയങ്ങളിലും അതുപോലെ തന്നെ 10ാം ക്ലാസ് വരെ 10 സ്കൂളിൽ പഠിച്ചു. 10ാം ക്ലാസ് വരെ 10 സ്കൂളിൽ പഠിച്ച് മമ്മിയുടെയും പപ്പായുടെയും ഈ ഒരു തിക്ത ആയിട്ടുള്ള അവരുടെ ലൈഫിൽ നിന്ന് അമ്മ വീട്ടിലും പപ്പായുടെ പെങ്ങന്മാരുടെ വീട്ടിലും, പപ്പായ്ക്ക് 5 പെങ്ങന്മാരുണ്ട്, ഈ 5 പെങ്ങന്മാരുടെ വീട്ടിലും മാറി 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 നിന്ന് അവരുടെ വീട്ടിൽ എവിടെയാണോ അവിടുത്തെ സ്കൂളിൽ പഠിച്ച് അങ്ങനെ എന്റെ പപ്പായുടെ പെങ്ങന്മാരാണ് എന്നെ ഒരു 8-9ാം ക്ലാസ് വരെയും വളർത്തിയത്. പിന്നെ എന്റെ മമ്മിയുടെ അനിയത്തിമാരെ അവരൊക്കെയാണ് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ ഞാൻ അവരിലാണ്. അപ്പൊ അപ്പന്റെ അമ്മയുടെയും സ്നേഹം ഒരുമിച്ച് കിട്ടി വളർന്ന ഒരു ലേഡി അല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ കടന്നു വന്നത് വഴികളില് ഞാനൊരു ആണായിട്ടാണ് ജീവിച്ചത്. കാരണം എന്റെ കുടുംബത്തിന് അത്താണി ഞാനാണ്. എന്റെ കുടുംബം എന്റെ ഈ ഒരു അച്ചുതണ്ടിലാണ് നിന്ന് കറങ്ങുന്നത്. എന്റെ കുടുംബത്തിൽ ആണായിട്ടും പെണ്ണായിട്ടും ഞാനാണ് എന്റെ കുടുംബം നോക്കുന്നത്. ആണിന് ആണാകാനും പെണ്ണിന് പെണ്ണാകാനും എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാവുന്നതാണ്, മോസ്റ്റ്ലി നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? പിന്നെ ഒരുപാട് ചതികൾ എന്റെ ലൈഫിലും പറ്റിയിട്ടുണ്ട്. എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നെ ചതിച്ചിട്ടുണ്ട്, പറ്റിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട്. ഒരുപാട് രീതിയിൽ എന്റെ പൈസകൾ എനിക്ക് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട്. പിന്നെ 2025 എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും 41 വയസ്സിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ജീവിതത്തിലെ പാഠങ്ങൾ തന്നിട്ടുള്ള ഒരു വർഷമാണ് 2025 എന്ന് പറയുന്നത്. ഇത്രയും വലിയ തീക്കൂനയിലേക്ക് ഒറ്റയടിക്ക് ഒരു 60-70 ലക്ഷം രൂപ കടബാധ്യതയിലേക്ക് ഞാൻ പോയിട്ടുള്ളത് ഈ 2025-ലാണ്. 25 എന്ന് പറയുന്ന ആ ഒരു വർഷം. പിന്നെ കൂടോത്രങ്ങളും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ എല്ലാം പഠിച്ചു. ഇന്ന് ഞാൻ പഠിച്ചിട്ട് ഇനി എന്നെ തോൽപ്പിക്കാനായിട്ട് കൂടോത്രം ചെയ്തുകൊണ്ട് വന്നാൽ തീർച്ചയായിട്ടും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ നല്ല പണി ഒരുക്കി വെച്ചിട്ടുണ്ട്, സന്തോഷമായിട്ട്. അതൊന്നും ആരും പുറത്ത് പറയാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഞാനെല്ലാം വന്ന് പറയും, ഞാൻ അങ്ങനെയാണ്, ഞാൻ വന്ന് പറയും, ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വന്ന് പറയും. എനിക്കിപ്പം നമ്മള് ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ട നമ്മള് ആദ്യം ഭക്ഷിക്കുമെന്നാണ്. കുറേ ആൾക്കാർ കടയുടെ ഫ്രണ്ടിൽ പൊടിയിടാനായിട്ട് വരും. കടയുടെ ഫ്രണ്ടിൽ പൊടിയിട്ട് കഴിഞ്ഞാൽ പാമ്പ് തലതല്ലി ചാവുന്നത് പോലെ നമ്മൾ കടം കയറി മുടിഞ്ഞ് തല അടിച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഓടിപ്പോകുമോ, അല്ലെങ്കിൽ വല്ല വണ്ടിയുടെ ഇടയിൽ സ്കൂട്ടർ കൊണ്ട് കയറി അരഞ്ഞു തീരുവൊക്കെ ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള ശാപങ്ങളും പ്രാക്കുകളും എല്ലാം ഇട്ട് പൊടിയും കൊണ്ടിട്ട് പിന്നെ എന്താ തകിടും കൊണ്ട് എഴുതി ചുരുട്ടി കയറ്റി വെച്ച് പിന്നെ ഭസ്മം പൊടി എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് എല്ലായിടത്തും വിശദമായിട്ട് അങ്ങിടും. ഇതൊക്കെയാണ് സാധാരണ. ഇത് എനിമീസ് കേൾക്കുവാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ, എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഈ വക പരിപാടികളെല്ലാം ബിസിനസ്സിനകത്ത് ഉള്ളതാണ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുമ്പം അത് തിരിച്ചും ആറ്റം ബോംബ് പോലെ ഡെമോക്രാസിന്റെ വാള് പോലെ ഉച്ചയിൽ വന്നങ്ങ് പതിക്കാനുള്ള പരിപാടികളൊക്കെ നമ്മളും ഗീവർഗീസ് അഗതാനെയും നമ്മുടെ ആരെയാണ് മിഖേൽ മാലാഖനെയൊക്കെ കൊണ്ട് നല്ല പട്ടിക്കട്ടിക്ക് കോട്ടയ്ക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്റെ ഗീവർഗീസ് പുണ്യാളനെ എന്റെ മിഖേൽ മാലാഖൻ തല അറക്കും, എനിക്ക് ഉറപ്പാണ്. എന്നെ സ്പർശിക്കാൻ പോലും ഒരു നീചശക്തിക്കും പറ്റില്ല,
ഉറപ്പായിട്ടും പറ്റില്ല. അപ്പം പിന്നെ അമ്മ മാതാവ് അറിയാലോ, അമ്മ മാതാവ്. അപ്പൊ ഇവരുടെ എല്ലാം വലയത്തിലും ഒക്കെയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എന്റെ ഈ കാര്യങ്ങൾ ഇത്രയും ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞപ്പം എന്തായാലും പച്ചാളത്ത് കിടന്ന് ഹോട്ടൽ നടത്തുന്നവളാണ് കോടീശ്വരിയെ പോലെ വീഡിയോയിൽ വന്ന് സംസാരിക്കുന്നതെന്ന്. ഇത് കേട്ടാ നിങ്ങൾ തന്നെ പറ, നിങ്ങളോട് ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എന്റെ ലൈഫിലുണ്ടോ? എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അതിനേക്കാളും വലിയൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, ജയ്പൂരില് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ചെയ്യുക. അതിപ്പോ പറയുക, സ്വന്തമായിട്ട്, അതും കൃത്തിയോ ഡ്രസ്സസ് ഒന്നും അല്ല, മെറ്റീരിയൽസ്. അതായത് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ, കോട്ടൺ തുണിത്തരങ്ങള് ജയ്പൂരില് സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ വഴിയെ വരും. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ദാസാന്ന് പറഞ്ഞ പോലെ നമുക്കിതൊക്കെ പുറത്തേക്ക് വിടാനായിട്ട് ഒരു ടൈം ഉണ്ട്. ആ ടൈമിലേ നിങ്ങളിലേക്ക് അത് എത്തുള്ളൂ. ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും എല്ലാം നിങ്ങളുടെ കൈകളിലേക്ക്. അതുപോലെ ബൊട്ടിക് ഓണേഴ്സിന്, കട നടത്തുന്ന ആൾക്കാർക്ക്, ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് കട്ട സപ്പോർട്ടുമായിട്ട് ഞാനുണ്ടാകും. എറണാകുളം മാർക്കറ്റിൽ കിട്ടാത്തത്ര വിലക്കുറവിലായിരിക്കും തുണികൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താനും പോകുന്നത്. അതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 10-20 ദിവസമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇപ്പൊ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ബാക്കിലേക്കുള്ള ഷോർട്സ് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ എല്ലാം അപ് ടു ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ദൈവത്തിനെ പോലെ എന്റെ മുമ്പിലേക്ക്, അതായത് പിന്നെ നമ്മുടെ മിഖായൽ, എന്താണ്, ഗബ്രിയേൽ മാലാഖിന് ദൈവദൂതൻ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തതുപോലെ എന്റെ മുന്നിലേക്ക് എന്റെ സർവശക്തനായ എന്റെ ദൈവം എന്റെ മുന്നിലേക്ക് തന്നിട്ടുള്ള ഒരു ഗബ്രിയേൽ ദൂതനുണ്ട്. ആ പുള്ളി കാരണമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും ഒരുപാട് നന്ദി. ഈ ഒരു അവസരത്തിൽ ഞാൻ ആ വ്യക്തിയോട് ഞാൻ പറയുവാണ്. എനിക്ക് നന്ദി പറഞ്ഞാലും എത്ര പറഞ്ഞാലും എനിക്ക് വാക്കുകളില്ല. കാരണം എന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് തന്ന ഒരു വ്യക്തിയാണ്. പിന്നെ രണ്ടാമത് എന്റെ മോംസ് കാട്ട്, അതിശക്തമായിട്ടും അടിപൊളി സൂപ്പർ ആയിട്ട് എന്റെ മോംസ് കാട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്റെ മോംസ് കാട്ടിൽ ഞങ്ങൾ വെറും 100 രൂപയ്ക്ക് നല്ല അടിപൊളി ഊണാണ് കൊടുക്കുന്നത്. ഇനി ഈ പറഞ്ഞിട്ടുള്ള പുന്നാരം മോൾക്ക് വേണമെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് കഴിക്കാട്ടോ. എന്റെ വീട്ടിൽ വന്നിട്ട് കഴിക്കാം. എന്റെ വീട്ടില് ഞങ്ങള് ചോറ്, പിന്നെ അതുപോലെ തന്നെ പല പല കറികൾ എല്ലാം അടിപൊളി മമ്മി ഉണ്ടാക്കുന്ന, അതായത് എന്റെ അമ്മ, നമ്മുടെ അമ്മ നമുക്ക് വിളമ്പി തരുന്ന അതേ രുചിയോട് കൂടി നമുക്ക് വീട്ടിലിരുന്ന് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് ഈ ജിപേക്ക് അതൊരു 100 രൂപ പേ ചെയ്തിട്ട് അങ്ങ് പോകാം. മനസ്സിലായോ? അങ്ങനെയാണ് ഞങ്ങൾ പണിയെടുത്ത് ജീവിക്കുന്നത്. അപ്പം അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നത് എന്തിനാണ്? നമുക്ക് ആത്മാഭിമാനത്തോടെ നെഞ്ച് വിരിച്ചു നിന്ന് സമൂഹത്തിൽ ജീവിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ കടബാധ്യതകൾ തീർക്കാനും, കുഞ്ഞുങ്ങളെ സെറ്റിലാക്കാനും, ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ് പണിയെടുക്കുന്നത്, മരണ പണിയെടുക്കുന്നത്. മനസ്സിലായോ എന്റെ പുന്നാര മോൾക്ക്? അപ്പൊ മോൾക്കുള്ള റിപ്ലൈ ആണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തത്. അപ്പം എന്നെ അറിയാവുന്നുള്ള എന്റെ ആൾക്കാര്, നമ്മൾ പണിയെടുത്ത് ജീവിക്കുന്നില്ല. നമ്മളൊരു ഇത് കേട്ടിട്ടില്ലേ, സ്വന്തമായിട്ട് പണിയെടുത്ത് കുടുംബം പോറ്റുന്ന പെണ്ണുങ്ങളെ ചൊറിയാൻ വന്നാൽ, അല്ലെ, ഇതിനപ്പുറവും നമ്മൾ കയറി പ്രതികരിക്കും. നമ്മൾ അന്തസ്സായിട്ട് മാന്യമായിട്ട് പണിയെടുത്താണ് നമ്മൾ നമ്മുടെ കുടുംബം പോറ്റുന്നത്. ഇനിയും പണിയെടുക്കുന്നത് ഇതൊന്നും അല്ല, രാത്രിയും പകലും പണിയെടുക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എനിക്ക്. അതെല്ലാം പുറകെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ലിസണിങ്, അതായത് ഒരു MBBS പഠിപ്പിക്കുന്ന ലെക്ചർക്കോ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗിന് പഠിപ്പിക്കുന്ന ലെക്ചർക്കോ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ, അതായത് ഇനി ഒരു പൈലറ്റ് ആകാൻ പഠിപ്പിക്കുന്നതാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ കോഴ്സ് എന്ന് പറയുന്നത്. കാരണം ഫ്ലൈ ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോഴ്സ്. അത് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് പോലും തരാൻ പറ്റാത്ത ഏറ്റവും വലിയ ലിസണിങ് എന്താണെന്നറിയാമോ? പരാജയത്തിൽ നിന്ന് നമ്മൾ പഠിച്ച് കയറി വരുന്ന നമ്മുടെ പാഠങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പഠനം. ഞാൻ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. ഏറ്റവും വലിയ പഠനം ഓരോ പരാജയത്തിൽ നിന്നും, ഓരോ വീഴ്ചയിൽ നിന്നും നമ്മൾ പിക്ക് ചെയ്തെടുക്കുന്ന ഓരോ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഓരോ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. അതുകൊണ്ട് എന്നെ പോലെ കഷ്ടത അനുഭവിക്കുന്ന, ഞാനൊരു വിധവയായ സ്ത്രീയാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങളുടെ അമ്മ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. അപ്പൊ ഞാൻ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള വഴികൾ, ഞാൻ അനുഭവിച്ചിട്ടുള്ള പാഠങ്ങൾ, അതെല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രചോദനമാകുമെങ്കിൽ അതായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൽ നിന്ന് കയറി വന്ന നമ്മള്, ഇത്രയും തീക്കകത്ത് നിന്ന് കുരുത്ത് കയറി വന്ന നമ്മളെ ഏതെങ്കിലും ഒരു വെയിൽ കണ്ട് അതിനകത്ത് പോവില്ല, ഒരിക്കലും പോവില്ല. നമുക്ക് നമ്മളെ വാട്ടാൻ ഒരു ശക്തിക്കും സാധിക്കുകയുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിനാണ് ഞാൻ നിങ്ങളിലേക്ക്, പിന്നെ അങ്ങേയറ്റം എന്റെ ബിസിനസ്സിനെ ഞാൻ
അങ്ങേയറ്റം സ്നേഹിച്ച എൻ്റെ പാഷനാണ് എൻ്റെ ബിസിനസ്. എൻ്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്. അങ്ങേയറ്റം എൻ്റെ ബിസിനസ്സിൽ സത്യസന്ധത മാത്രം പുലർത്തിയാണ് ഞാൻ എൻ്റെ ബിസിനസ്സിനെ മുന്നോട്ട് ഇതുവരെ കൊണ്ടുവന്നതും. ഇനി എൻ്റെ മരണം വരെയും എൻ്റെ ബിസിനസ്സിൽ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർക്കാതെ എൻ്റെ ബിസിനസ്സിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയുമുള്ളൂ. ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ ബിസിനസ്സിൽ ഉണ്ടാവില്ല. ഏറ്റവും നല്ല ജെനുവിനിറ്റിയിലെ, ഏറ്റവും നല്ല ക്വാളിറ്റിയിലെ, ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരും. പിന്നെ നമ്മുടെ ബനാറസിന്റെ ആ ഒരു ഡ്രസ്സിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ട് ഒരു 300ഓളം കമന്റ്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു 10 പേര് കറക്റ്റ് ആയിട്ടുള്ള റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയായിരുന്നു എല്ലാ കമന്റ്സും. പക്ഷെ നമുക്ക് ആ പ്രോഡക്റ്റ് ബണ്ടിലുകളെല്ലാം പൊട്ടിച്ച് പ്രോഡക്റ്റ് എടുത്താലല്ലേ എനിക്ക് നിങ്ങൾക്ക് ഇത് തരാൻ പറ്റുള്ളൂ. നമ്മുടെ വന്ന് കിടക്കുന്നത് ഏകദേശം 200ന് മേലെ ബണ്ടിൽസ് ആണ്. അതിനകത്ത് ഏതൊക്കെയാണെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഓരോ കടക്കാരുടെയും ഓരോരുത്തരുടെയും ആയിട്ട് ബണ്ടിലുകളെല്ലാം പൊട്ടിച്ച് വിലയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് ആണ്. അപ്പൊ അതിന് ഇനിയും കുറച്ച് സമയം കൂടി എടുക്കും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ കമന്റ്സിനകത്തുനിന്ന് കിട്ടിയ ആൾക്കാർ അത് കൊടുത്തുകൊണ്ടായിരിക്കും നമ്മുടെ റീസ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഇതിന്റെ കമന്റ്സിന്റെ ഭിന്നത ഞാൻ നാളെ തന്നെ, അത് എന്റെ മനസ്സിൽ സ്പർശിക്കുന്ന കമന്റ്സ് ആയിരിക്കണം. ഞാൻ സ്ക്രോൾ ചെയ്ത് എടുക്കത്തില്ല. എന്നെ മനസ്സിലാക്കി എനിക്ക് റിപ്ലൈ ഇടുന്ന ആൾക്കാരിൽ നിന്ന് ഞാൻ 2500 രൂപ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ വന്ന് നിന്ന് GPay ചെയ്ത് ഞാൻ അവർക്ക് കൊടുക്കും. നാളെ ഞാൻ അതിന്റെ വിന്നറെ അനൗൺസ് ചെയ്യും. എന്നിട്ട് ആൾ എന്നെ വിളിച്ചു കഴിയുമ്പോൾ ആ വിളിക്കുന്നത് ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ചെയ്തു തരും. ഞാൻ GPay ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചു തരും. മനസ്സിലായോ? ഇത്രയും ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എല്ലാവരും എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ ഒരുപാട് ആൾക്കാർ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്നെ അപവാദം പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഇച്ചിരി തൊലിവെളുപ്പ് കണ്ട് ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ട് നടക്കുന്ന പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവരെ എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? എന്റെ മുന്നിൽ എങ്ങാനും വന്നെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചവന്റെ ആണപ്പല്ല് ഞാൻ പൊടിച്ചു കളയും. എന്റെ മുന്നിൽ നിന്ന് ആരും പറയത്തില്ല, എന്റെ ബാക്കിൽ നിന്നേ പറയത്തുള്ളൂ. പിന്നെ ഈ വഴി കിടക്കുന്ന കൊടിച്ചി പട്ടികൾ എന്തുമാത്രം കിടന്ന് കുരയ്ക്കുന്നു. അതിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ നാര് കൊടുത്തു പോകത്തേ ഉള്ളൂ. നമ്മൾ ആരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ അങ്ങനെ ജീവിച്ചാൽ പോരെ എന്ന് ചിന്തിച്ചിട്ട് ഇപ്പം ആ വ്യക്തി എന്നോട് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ക്ഷമയാണ് കുഞ്ഞെ ഗമ, ക്ഷമിക്കുക. ആരെന്ത് പറഞ്ഞാലും നമ്മള് ക്ഷമിക്കുക. ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുക. ക്ഷമയോടെ കാത്തിരിക്കുന്നവന്റെ മുന്നിൽ നല്ല ഭക്ഷണം വിളമ്പാനായിട്ട് പറ്റും. അതേസമയം പെട്ടെന്ന് എന്തെങ്കിലും വിശക്കുന്നവന് പെട്ടെന്ന് ആഹാരം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടി നമ്മുടെ മുന്നിൽ കൊണ്ട് വെച്ച് ചിലപ്പോൾ ചോറ് പോലും വേഗത്തില്ല. എന്നാൽ 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല രുചികരമായ ഭക്ഷണം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അല്ലേ? അതുപോലെ നമ്മുടെ പ്രശ്നങ്ങളെയും നമ്മുടെ പ്രതിസന്ധികളെ എല്ലാം കൊന്തകളായിട്ട്, അതായത് ഓരോ കൊന്തകളായിട്ട് നമ്മുടെ അമ്മ മാതാവിന്റെ മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് അമ്മ നമുക്ക് അതിനൊരു പരിഹാരം കണ്ടു. അമ്മയുടെ പുത്രനോട് ചോദിച്ച്, പുത്രനെ കൊണ്ട് അച്ഛനോട് സംസാരിച്ച്, പുത്രനെ കൊണ്ട് ആരോടെ സംസാരിപ്പിക്കുന്നത്? അപ്പനോട്. പുത്രന്റെ അപ്പനോട് സംസാരിപ്പിച്ച് നമുക്കതെല്ലാം നമുക്ക് അമ്മ മാതാവ് നേടിത്തരും. അതിന്റെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ഞാൻ. എൻ്റെ ശിവചേച്ചിനെ ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ വിളിക്കുന്നത് അതിന് ശേഷമായിരിക്കും. ശേഷമേ ഞാൻ വിളിക്കുകയുള്ളൂ. എൻ്റെ ശിവചേച്ചിയോട് ഞാൻ സംസാരിക്കുകയുള്ളൂ. കാരണം എൻ്റെ ശിവചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് അത് നേടിത്തരും, അമ്മ മാതാവ് നിനക്കത് നേടിത്തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും വളരെയധികം സന്തോഷം. പിന്നെ നമുക്ക് നമ്മുടെ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ കുഞ്ഞു കുടുംബത്തിന് വേണ്ടിയിട്ടും എൻ്റെ ചെറിയ ബിസിനസ്സിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുപാട് പേരുടെ പ്രാർത്ഥനകളാണല്ലേ നമുക്ക് പൂമാലകളായിട്ട് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഈശോ അതെല്ലാം ചേർത്ത് വെച്ചിട്ടായിരിക്കും നമുക്ക് അതിന്റെ സമ്മാനം തരാനായിട്ട് പോകുന്നത്. ഈ അവസരത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരെയും നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. പിന്നെ കുറച്ച് എൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച ബുദ്ധിമുട്ടുകളിലും ദുഃഖവും നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തന്നാൽ മനസ്സിലാവാത്തതിനൊക്കെ വലുതായിരുന്നു. ആ സമയത്ത് ആർക്കെങ്കിലും അത്യാവശ്യപ്പെട്ട് ചോദിച്ച ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റാത്തതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എനിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഞാൻ 1000 നന്ദി സമർപ്പിക്കുന്നു. അതോടൊപ്പം ഈശോയോട് 10,000 തവണ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എനിക്കും എൻ്റെ കൊച്ചു കുടുംബത്തിനും എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും എൻ്റെ മമ്മിക്കും എൻ്റെ മോംസ് കാർട്ടിനും എൻ്റെ ബിസിനസ്സിനും നമ്മുടെ ക്ലോത്ത് ബിസിനസ്സിനും എല്ലാത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളാണ് എൻ്റെ ഏറ്റവും വലിയ ആയുധം. നമുക്ക് പ്രാർത്ഥനയാണ് അല്ലെ? നമുക്ക് വൈരികളെ തടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധം എന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും പ്രാർത്ഥനകളാണ്. എൻ്റെ അനുചേട്ടന്റെയും എൻ്റെ പപ്പായുടെയും ആത്മാവും എല്ലാവരും കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു തകർച്ചയും വരുത്താതെ ദൈവം തമ്പുരാൻ നമ്മളെ ഇങ്ങനെ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പൊ എൻ്റെ VRS മോംസ് കാർട്ട് നല്ലതായിട്ട് പോകുന്നുണ്ട്. എൻ്റെ മോംസ് കാർട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മമ്മിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം റെഡിയാക്കി കൊടുത്തത്. അപ്പൊ ഇത് നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കമന്റ്സ്, ജെന്യുവൻ ആയിട്ട് നിങ്ങൾക്ക് എന്നോട് അഭിപ്രായം പറയാം. നിങ്ങൾക്ക് എന്നോട് അത് പറയരുത് രഞ്ജിത, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് രഞ്ജിത, എന്ത് അഭിപ്രായം വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. പക്ഷെ എന്നെ വേദനിപ്പിക്കുന്ന കമന്റ്സ് വന്നു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ഞാൻ അതിന് ബദലായിട്ട് മറുപടി ഇടുമായിരുന്നു. ഇപ്പൊ ഞാൻ ബദലായിട്ട് മറുപടി ഇടത്തില്ല. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയത്തേ ഉള്ളൂ. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത കമന്റ്സ് നമ്മുടെ ചാനലിൽ നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമേ ഇല്ല. എടുത്ത് ദൂരെ എറിയുക. നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കുക. നമ്മുടെ ചോറില്
ഒരു കരിങ്കല്ല് കിടന്ന് നമ്മൾ എടുത്ത് എന്ത് ചെയ്യും? എടുത്ത് ദൂരെ എറിയും. ദൂരെ എറിഞ്ഞിട്ട് നമ്മൾ ആ ചോറ് ഭക്ഷിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കമന്റ്സിൽ എന്തെങ്കിലും കല്ല് കടിക്കുന്ന കമന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് ദൂരെ എറിയും. ബാക്കി കമന്റ്സിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ്സിന് ഞാൻ ഒരു 2500 രൂപ ഗിഫ്റ്റ് കൊടുത്തോണ്ടായിരിക്കും 2026 എന്ന പുതിയ വർഷത്തിലെ പുതിയ വീഡിയോനെ ഞാൻ വരവേൽക്കാൻ പോകുന്നത്. അപ്പം ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ പോലെ തന്നെ എല്ലാവർക്കും നല്ല ഒരു എന്താണ് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാം നല്ലൊരു വർഷമാകട്ടെ ഈ 2026 എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.